എൻസൈക്ലോമിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെടുത്തിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. സംസ്ഥാനത്തെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, അതോടൊപ്പം തന്നെ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി, ഇങ്ങനെ വിവിധ സ്കീമുകൾ നമ്മുടെ സംസ്ഥാനത്ത് നിലവിലുണ്ട്. എങ്കിലും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾക്ക് വേണ്ട ഫണ്ട് കുടിശ്ശിക, അതായത് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസങ്ങളിൽ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിസംബർ മാസം മുതലുള്ള കുടിശ്ശികയൊക്കെ നൽകാനുള്ളവർക്ക് അതിൻ്റെ വിതരണം ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ തൊഴിലുറപ്പ് അംഗങ്ങൾക്ക് ഏപ്രിൽ മാസം 1-ാം തീയതി മുതൽ പുതിയ നിരക്കിലുള്ള ശമ്പളമാണ് നമുക്ക് നൽകുന്നത്. പുതിയ നിരക്കിലുള്ള ശമ്പള പ്രകാരം 369 രൂപ എന്ന നിരക്കിലാണ് ലഭിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് മൊത്തം കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ പരമാവധി തുക എന്ന് പറയുന്നത് 400 രൂപയാണ്. അത് ഹരിയാനയിലാണ് ലഭിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തും ഇതിന് തൊട്ടടുത്ത് തന്നെ എത്തിക്കഴിഞ്ഞു. 369 രൂപ നിലവിലിപ്പോൾ നൽകുന്നുണ്ട്. ഇനി അതുമാത്രമല്ല, തൊഴിലുറപ്പ് പദ്ധതിയിലെ സജീവ അംഗങ്ങൾക്ക് വേണ്ടി, അതായത് ഒരു വർഷം ചുരുങ്ങിയത് 20 പ്രവൃത്തികളെങ്കിലും ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത്. ആനുകൂല്യങ്ങൾ എന്ന് പറയുമ്പോൾ സംസ്ഥാനത്ത് കൊണ്ടുവരാൻ പോകുന്ന ക്ഷേമനിധി ബോർഡിലെ അംഗത്വം ഉള്ളവർക്കായിരിക്കും ലഭിക്കുന്നത്. 2025 തന്നെ ക്ഷേമനിധി ബോർഡ് ആരംഭിക്കുമെന്നുള്ള രീതിയിലാണ് അറിയിപ്പുകൾ വരുന്നത്. 60 വയസ്സ് കഴിഞ്ഞ വ്യക്തികൾക്ക് പെൻഷൻ ലഭിക്കുന്ന രീതിയിൽ, അതായത് 60 വയസ്സിന് മുമ്പ് തന്നെ 10 വർഷത്തിനൊക്കെ മുമ്പ് തന്നെ ഈ സ്കീമിൽ ചേർന്നിട്ടുള്ളവർക്കായിരിക്കും ഈ ആനുകൂല്യം ലഭിക്കുന്നത്. 60-ാം വയസ്സ് മുതലൊക്കെ പെൻഷൻ ലഭിച്ചു തുടങ്ങുന്നതാണ്. ഇനി അല്ല എങ്കിൽ അതിനനുസരിച്ചുള്ള പെൻഷൻ ലഭിക്കുന്ന കാലയളവ് വ്യത്യസ്തപ്പെടുന്നതാണ്. അതായത് 70-ാം വയസ്സിലോ അല്ലെങ്കിൽ 65-ാം വയസ്സിലോ അങ്ങനെയൊക്കെ ആ രീതിയിലൊക്കെ പെൻഷൻ ലഭിക്കുന്ന രീതിയായിരിക്കാം ഇനി ഉണ്ടാവുക. അതുമാത്രമല്ല, അംഗങ്ങളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്നതാണ്. വിവിധ മത്സര പരീക്ഷകളിൽ അല്ലെങ്കിൽ വിവിധ ക്ലാസ് തലങ്ങളിൽ ഉന്നത മാർക്കോടുകൂടി വിജയിച്ചു കഴിയുമ്പോൾ അവർക്ക് പ്രോത്സാഹന സമ്മാനങ്ങൾ അല്ലെങ്കിൽ ക്യാഷ് അവാർഡുകൾ നൽകുന്നതാണ്. ഇനി അതുമാത്രമല്ല, വിവാഹ ധനസഹായ പദ്ധതിയായിട്ട് ഒരു നിശ്ചിത തുക ഇവർക്ക് അനുവദിക്കുന്ന സ്കീമുകളും ഉണ്ടായിരിക്കുന്നതാണ്. ഇനി അതുമാത്രമല്ല, അപകട ഇൻഷുറൻസ് പരിരക്ഷ അത് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ലഭിക്കുന്ന രീതിയും ഉണ്ടായിരിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ലൈഫ് ഇൻഷുറൻസ് കവറേജ്, അതായത് ഒരു 2 ലക്ഷം രൂപ വരെ കവറേജ് ലഭിക്കുന്ന ഇൻഷുറൻസ് പദ്ധതിയിലേക്ക് ഇവർക്ക് വേണ്ടി നടപ്പിലാക്കുന്നതാണ്. അതുമാത്രമല്ല, ഇങ്ങനെ ഒട്ടനവധി സ്കീമുകൾ ചേർത്ത് ഒരു തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള ക്ഷേമനിധി ബോർഡ് സംസ്ഥാനത്ത് ആരംഭിക്കുന്നതാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു ഐഡൻറ്റിറ്റി കാർഡ് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ക്ഷേമനിധി ബോർഡ് ഇതുവരെയായിട്ട് കൃത്യമായിട്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടില്ല. നിലവിൽ സർക്കാർ പറഞ്ഞതനുസരിച്ച് വളരെ വൈകാതെ തന്നെ 2025 തന്നെ ബോർഡിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതാണ്. 50 രൂപ ഏറ്റവും ചുരുങ്ങിയ തുക നമുക്കിവിടെ നിക്ഷേപിച്ച് രജിസ്ട്രേഷൻ പൂർത്തീകരിക്കാവുന്നതാണ്. നമുക്കിതിലേക്ക് നിലവിലിപ്പോൾ ഇത്തരത്തിൽ അംഗങ്ങളാവാൻ സാധിക്കുന്നതാണ്. പിന്നെ പ്രതിമാസം നമ്മൾ അംശാദായം അടയ്ക്കേണ്ടതായിട്ട് വരുന്നതാണ്. കൃത്യമായിട്ട് അടയ്ക്കുന്നതിന് വേണ്ടി ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. അവസാനം നമ്മൾ പദ്ധതിയിൽ നിന്ന് വിരമിക്കുന്ന സമയമാകുമ്പോൾ അല്ലെങ്കിൽ ക്ഷേമനിധിയിലെ നിശ്ചിത വർഷം പൂർത്തിയാക്കി കഴിയുമ്പോൾ നമുക്ക് വിവിധ ആനുകൂല്യങ്ങൾ അതോടൊപ്പം തന്നെ പദ്ധതിയുടെ ഭാഗമായിട്ട് ലഭിക്കുന്നതാണ്. നമ്മൾ മുൻപ് പറഞ്ഞ പോലെ തന്നെ വിവാഹ വിദ്യാഭ്യാസ ധനസഹായങ്ങളും ഇൻഷുറൻസ് പരിരക്ഷകളും ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങളും നമുക്ക് ആ സമയത്ത് ലഭിക്കുന്നതാണ്. ഇനി അതുമാത്രമല്ല, ഇപ്പോൾ തന്നെ 2025-26 സാമ്പത്തിക വർഷത്തിലും നമ്മുടെ പഞ്ചായത്ത് തലങ്ങളിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വേണ്ടി അവരുടെ വീടുകളിലേക്ക് വിവിധ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. 10,000 രൂപ വരെയൊക്കെ ധനസഹായം ലഭിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളാണ്. പ്രധാനമായിട്ടും നമുക്കിവിടെ കിണർ മെയിൻ്റനൻസുമായി ബന്ധപ്പെടുത്തിയുള്ള പ്രവർത്തനങ്ങൾക്കും നമുക്കിവിടെ തുക ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ മണ്ണിര കമ്പോസ്റ്റ് നിർമ്മാണത്തിനും സോക്ക് പീറ്റ് നിർമ്മാണത്തിനും മലിനജലം കൃത്യമായിട്ട് സംഭരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾക്ക് വേണ്ടിയും ക്രമീകരണങ്ങൾ ഉറപ്പാക്കുന്നതാണ്. അതായത് അടുക്കളയിലെ മാലിന്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഒഴുകിക്കളയുന്നതിന് വേണ്ടി നമുക്കിവിടെ സംവിധാനങ്ങൾ ഒരുക്കുന്നതാണ്. ഇനി അതോടൊപ്പം തന്നെ
ആട്ടിൻകൂട് അല്ലെങ്കിൽ പശുത്തൊഴുത്ത് ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾക്കും ധനസഹായമുണ്ട്. ഇതിൻ്റെ അപേക്ഷകൾ റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ തൊഴിൽ കാർഡ് വെച്ച് തന്നെ നമുക്ക് അപേക്ഷിക്കുവാൻ സാധിക്കുന്നതാണ്. പദ്ധതിയിലേക്ക് അപേക്ഷ വയ്ക്കുന്നതിനും സ്കീമുകളെ പറ്റി അറിയുന്നതിനും പഞ്ചായത്ത് തലങ്ങളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. എല്ലാ തൊഴിലുറപ്പ് വിഭാഗങ്ങളിലും ഇതിനെപ്പറ്റിയുള്ള അറിയിപ്പ് നമുക്ക് ലഭ്യമാണ്. വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷനുകൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്തെത്തിക്കുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.